ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്റ്റേ ലേൺഡ്. ഇന്ന് നമ്മൾ ഡേ 6 സബ്ജക്റ്റ് ബിസിനസ് എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ എക്സ്പ്രസ്ഡ് ദ വ്യൂ ദാറ്റ് എക്കണോമിക്സ് ഈസ് ന്യൂട്രൽ ബിറ്റ്വീൻ എൻഡ്സ്? ആരുടെ കൺസെപ്റ്റിലാണ് എക്കണോമിക് എന്ന് പറയുന്നത് രണ്ട് എൻഡ്സ് തമ്മിലുള്ള സെൻറ്റർ പോയിൻ്റ്, ദാറ്റ് ഈസ് ന്യൂട്രൽ ആണ്? ഓപ്ഷൻ എ റോബിൻസ്, ഓപ്ഷൻ ബി മാർഷൽ, ഓപ്ഷൻ സി പിഗോ, ഓപ്ഷൻ ഡി ആഡം സ്മിത്ത്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ റോബിൻസ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിലാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സ്കെയർസ് മീൻസ് ഓഫ് ടു എൻഡ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, അത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സയൻസ് ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ലോ ഓഫ് സ്കെയർസിറ്റി മീൻസ്. ലോ ഓഫ് സ്കെയർസിറ്റി പറഞ്ഞു വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ഡസ് നോട്ട് അപ്ലൈ ടു റിച്ച് ഡെവലപ്ഡ് കൺട്രീസ്, applies only to the less developed countries, implies that consumer wants will be satisfied in a socialist system, implies that consumer wants will never be completely satisfied. Law of scarcity എന്ന് പറഞ്ഞു വെച്ചാൽ implies that consumer wants will never be completely satisfied. ഒരു കൺസ്യൂമറിൻ്റെ വാണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറയുന്നതാണ് ലോ ഓഫ് സ്കാസിറ്റി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. തേർഡ് ക്വസ്റ്റ്യൻ, റേഷണൽ ഡിസിഷൻ മേക്കിംഗ് റിക്വയർ. റേഷണൽ ഡിസിഷൻ എടുക്കാൻ എന്താണ് ആവശ്യം? ഓപ്ഷൻ എ വൺസ് ചോയ്സ് ബി അറൈവ്ഡ് അറ്റ് ലോജിക്കലി ആൻഡ് വിത്തൗട്ട് എറർ, വൺസ് ചോയ്സ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് വൺസ് ഗോൾ, വൺസ് ചോയ്സ് നെവർ വേരി, വൺ മേക്ക് ചോയ്സ് ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ട്രേഡ് ഓഫ്സ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി വൺസ് ചോയ്സ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് വൺസ് ഗോൾ. ഒരാളുടെ ചോയ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗോളിന് ചേർച്ചയായിരിക്കണം, എന്നാൽ മാത്രമേ അത് റേഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുള്ളൂ. ഫോർത്ത് വൺ, മാക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ്. മാക്രോ എക്കണോമിക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓപ്ഷൻ എ അഗ്രിഗേറ്റ്, ഓപ്ഷൻ ബി എക്സ്പെരിമെൻ്റൽ, ഓപ്ഷൻ സി അപ്ലൈഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമി ആസ് എ ഹോൾ എന്നാണ്. സോ മാക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ് അഗ്രിഗേറ്റ് എക്കണോമിക്സ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, Lyon Robbins published his famous book Nature and Significance of Economics in the year. ലയൺ റോബിൻസിൻ്റെ ബുക്ക് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് പറഞ്ഞ ബുക്ക് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത്? ഓപ്ഷൻ എ 1935, ഓപ്ഷൻ ബി 1933, ഓപ്ഷൻ സി 1932, ഓപ്ഷൻ ഡി 1937. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 1932. സിക്സ്ത് ക്വസ്റ്റ്യൻ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഈസ് ദ റിസൾട്ട് ഓഫ്. ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. സോ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സപ്ലൈ, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്, ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ്, ഓപ്ഷൻ ഡി ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് പർച്ചേസ്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ത് കാരണം കൊണ്ടാണ് വരുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് പറഞ്ഞു വെച്ചാൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുക. സോ അതെന്ത് കാരണമായിരിക്കും? പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ. സോ ദ ആൻസർ ഈസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഗുഡ് കൺസേൺ ഈസ് റിസൾട്ട് ടു ദ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. സെവൻത് ക്വസ്റ്റ്യൻ, ദ ലോ ഓഫ് ഡിമാൻഡ് അസ്യൂമിങ് അതർ തിങ്സ് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ലോ ഓഫ് ഡിമാൻഡിൽ വേറെ എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നത്. ഇത് എന്ത് റിലേഷൻഷിപ്പാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഡിമാൻഡഡ് ബൈ ഹിം, ഓപ്ഷൻ ബി പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ഹിസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ സി പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഓപ്ഷൻ ഡി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ആൻഡ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ലോ ഓഫ് ഡിമാൻഡ് പറയണത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇൻ കേസ് ഓഫ് ആൻ ഇൻഫീരിയർ ഗുഡ് ദ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻഫീരിയർ ഗുഡ് പറഞ്ഞു വെച്ചാൽ എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയും. ഗിഫൻ ഗുഡ്സ് എന്ന് നമ്മളിതിനെ പറയും. സോ ഇൻഫീരിയർ ഗുഡിൻ്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ദ ആൻസർ ഈസ് ബി നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആയിരിക്കും ഇൻഫീരിയർ ഗുഡ്സിന് ഉണ്ടാവുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, സപ്പോസ് ദ പ്രൈസ് ഓഫ് പെപ്സി ഇൻക്രീസസ് വി വിൽ എക്സ്പാൻഡ് ദ ഡിമാൻഡ് കർവ് ഓഫ് കൊക്കക്കോള. പെപ്സിൻ്റെ പ്രൈസ് കൂടി വെച്ചാൽ നമ്മുടെ കൊക്കക്കോളയ്ക്ക് ഡിമാൻഡ് കൂടും. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ ഇനീഷ്യൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് ദെൻ ടു റൈറ്റ്,
B. Remain at the same level. C. Shift towards left. D. Shift towards right. The answer is shift towards right ആണ്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടാണ് ഓഫ് അനദർ കമോഡിറ്റി. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. കൊക്കക്കോളയും പെപ്സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സോ ഒരു കമോഡിറ്റീൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇനിയൊരു കമോഡിറ്റീൻ്റെ ഡിമാൻഡും കൂടാണ്. സോ അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. 10th question. If a good is a luxury, its income elasticity of demand. ലക്ഷറി ഗുഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡയമണ്ട്, ഇങ്ങനെയുള്ള ലക്ഷറി ഗുഡ് ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവുക? ഓപ്ഷൻ എ പോസിറ്റീവ് ആൻഡ് ലെസ് ദാൻ 1, ഓപ്ഷൻ ബി നെഗറ്റീവ് ബട്ട് ഗ്രേറ്റർ ദാൻ 1, ഓപ്ഷൻ സി പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ 1, ഓപ്ഷൻ ഡി 0. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ 1. ലക്ഷറി ഗുഡ്സിന് പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ 1 ഇലാസ്റ്റിസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. 11th question. If electricity demand is inelastic and electricity charge increases, which of the following is likely to occur? ഇലക്ട്രിസിറ്റീൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്കും പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ചാർജ് ഇൻക്രീസും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഓപ്ഷൻ എ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ഫോൾ ബൈ എ റിലേറ്റീവ് ലാർജ് എമൗണ്ട്, ഓപ്ഷൻ ബി ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ഫോൾ ബൈ എ റിലേറ്റീവ് സ്മോൾ എമൗണ്ട്, ഓപ്ഷൻ സി ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ റൈസ് ഇൻ എ ഷോർട്ട് റൺ ബട്ട് ഫോൾ ഇൻ ദ ലോങ് റൺ, ഓപ്ഷൻ ഡി ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ഫോൾ ഇൻ ദ ഷോർട്ട് റൺ but rise in the long run. Here the answer is option B. Quantity demand will fall by a relative small amount. Quantity demand ചെയ്തത് കുറയും, പക്ഷെ എന്തായിരിക്കും? സ്മോൾ എമൗണ്ട് ഓഫ് ചേഞ്ചസ് ആയിരിക്കും അവിടെ വരാം. സോ ഇൻഇലാസ്റ്റിക് പ്രൈസ് ചേഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. 12th question. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് മാക്സിമം വെൻ. ടോട്ടൽ യൂട്ടിലിറ്റി എപ്പോഴാണ് മാക്സിമത്തിലെത്തുക? എപ്പോഴാണ്? മാർജിനൽ യൂട്ടിലിറ്റി 0-ലാകുമ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തണത്. Question number 13. The consumer is in equilibrium at point where the budget line. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തണത് എപ്പോഴാണ്? ബഡ്ജറ്റ് ലൈൻ ഇസ് ടാൻജന്റ് ടു ആൻ ഇൻഡിഫറൻസ് കർവ്. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന കർവാണ് ബഡ്ജറ്റ് ലൈൻ. അത് വന്ന് ഇൻഡിഫറൻസ് കർവിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം. Then question number 14. An indifference curve slopes downwards towards right since more of commodity and less of another result. ഒരു ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിലായിരിക്കും, റൈറ്റിലോട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പായിരിക്കും. ഇതിൻ്റെ കാരണം മോർ കമ്മോഡിറ്റി ആൻഡ് ലെസ് അനദർ റിസൾട്ടിന്. അതിൻ്റെ കാരണം എ സെയിം സാറ്റിസ്ഫാക്ഷൻ, ബി ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ, സി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ഡി ഡിക്രീസിങ് എക്സ്പെൻഡിച്ചർ. ആൻസർ എ സെയിം സാറ്റിസ്ഫാക്ഷൻ. എത്ര കമോഡിറ്റി നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്താലും അവിടെ നമുക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. ഇതാണ് ഇൻഡിഫറൻസ് കർവിൽ പറയണത്. ഇത് കാരണമാണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൽ വരണത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 15. The consumer is in equilibrium when the following condition is satisfied. എപ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുക? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. MUX ഡിവൈഡ് ബൈ MUY ഈസ് ഈക്വൽ ടു PX ഡിവൈഡ് ബൈ PY. MU എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റിയും P എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. 16th question. The second glass of lemonade gives lesser satisfaction to a thirsty boy. This is a clear case of. ഇതൊരു എക്സാമ്പിളാണ്. ഒരു ഗ്ലാസ് ഓഫ് ലെമനേഡ് ഒരു ബോയിന് കൊടുത്തു. സോ ആ ബോയിൻ്റെ തേഴ്സ്റ്റി, ദാഹം കുറഞ്ഞു. എഗെയിൻ നമ്മൾ സെക്കൻഡ് ഗ്ലാസ് ഓഫ് ലെമനേഡ് കൊടുക്കുമ്പോൾ അത് ആ കുട്ടിക്ക് എന്തായിരിക്കും? ഒരു ലെസ്സർ സാറ്റിസ്ഫാക്ഷനാണ് കൊടുക്കുക. ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റിൻ്റെ എക്സാമ്പിളാണ് ഇത്. ആൻഡ് 17th question. ഇൻ ദ കേസ് ഓഫ് ഗിഫൺ ഗുഡ് ദ ഡിമാൻഡ് കർവ് വിൽ ബി. ഇൻഫീരിയർ ഗുഡോ ഗിഫൺ ഗുഡിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ, ഓപ്ഷൻ ബി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ്, ഓപ്ഷൻ സി വെർട്ടിക്കൽ, ഓപ്ഷൻ ഡി അപ്വേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി അപ്വേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ്. ഗിഫൺ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ടു ദ റൈറ്റ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 18. ദ സപ്ലൈ ഓഫ് എ ഗുഡ് റെഫേഴ്സ് ടു. ഒരു ഗുഡിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്, ഓപ്ഷൻ ബി ടോട്ടൽ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്,
ഓപ്ഷൻ സി സ്റ്റോക്ക് അവൈലബിൾ ഫോർ സെയിൽ. ഓപ്ഷൻ ഡി amount of the good offered for sale at a particular price per unit of time. The answer is option D. സപ്ലൈ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈമിൽ ഒരു പ്രൈസിന് ഗുഡ്സ് സപ്ലൈ ചെയ്യാനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. അത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയും, ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണെങ്കിൽ നമ്മൾ സപ്ലൈ എന്ന് പറയും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. കോൺസ്പീഷ്യസ് ഗുഡ്സ് ആർ ഓൾസോ നോൺ എസ്. കോൺസ്പീഷ്യസ് ഗുഡ്സ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസ്റ്റീജ് ഗുഡ്സ്, അതിനെ നമ്മൾ സ്നോബ് ഗുഡ്സ് എന്നും പറയും, വെബ്ലൻ ഗുഡ്സ് എന്ന് പറയും. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോ. 20th question. A vertical supply curve parallel to y-axis implies that the elasticity of supply is. നമ്മൾ ഇന്നലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കി, അതേ തന്നെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈക്കും. സോ എ വെർട്ടിക്കുലർ സപ്ലൈ കർവ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫിനിറ്റി, ഓപ്ഷൻ സി ഈക്വൽ ടു 1, ഓപ്ഷൻ ഡി ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഒരു വെർട്ടിക്കുലർ ലൈൻ ഗ്രാഫിൽ വെർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. സോ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വിൽ ബി 0. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 21. Elasticity of supply refers to the degree of responsiveness of supply of a good to change in its. Elasticity of supply എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈയും പിന്നെ വേറെ എന്താണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രൈസ്. ഡിമാൻഡിൽ നമ്മൾ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡും പ്രൈസ് നോക്കി. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ സപ്ലൈയും പ്രൈസും തമ്മിലുള്ള റെസ്പോൺസീവ്നെസ് ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 22. As income increases, the consumer will go in for superior goods and consequently the demand for inferior goods will fall. This means ഒരു പേഴ്സൻ്റെ ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിനുള്ള ഡിമാൻഡ് കുറയും, സുപ്പീരിയർ ഗുഡ്സിനുള്ള ഡിമാൻഡ് കൂടും. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ ബി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1, ഓപ്ഷൻ സി 0 ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ ഡി യൂണിറ്ററി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഇതിൻ്റെ മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ഹൊറിസോണ്ടൽ സപ്ലൈ കർവ് പാരലൽ ടു ദ ക്വാണ്ടിറ്റി ഇംപ്ലൈസ് ദാറ്റ് ദ elasticity of supply is. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ ഹൊറിസോണ്ടൽ കർവ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫൈനൈറ്റ്, ഓപ്ഷൻ സി ഈക്വൽ ടു 1, ഓപ്ഷൻ ഡി ഗ്രേറ്റർ ദാൻ 1. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇൻഫൈനൈറ്റ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ 0വും ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്ലൈ ഈസ് എ ഡാഷ് കൺസെപ്റ്റ്. സപ്ലൈ എന്ന് പറയുന്നത് എന്ത് കൺസെപ്റ്റാണ്? ഓപ്ഷൻ സി ആണ് ഇതിന് ആൻസർ. സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഫ്ലോ കൺസെപ്റ്റാണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് കൺസെപ്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് അപ്ലൈസ് ടു. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എവിടെയാണോ അപ്ലൈ ചെയ്യുക? ഓപ്ഷൻ എ ഷോർട്ട് റൺ ബട്ട് നോട്ട് ദ ലോങ് റൺ, ലോങ് റൺ ബട്ട് നോട്ട് ദ ഷോർട്ട് റൺ, ബോത്ത് ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ, neither the short run nor the long run. The answer is the short run but not the long run. Law of diminishing returns short run-ലാണ് അപ്ലൈ ചെയ്യുക, ലോങ് റണ്ണിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. And the question number 26. Which of the following statement is correct concerning the relationship among the firm's cost function? ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഫങ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ബാക്കി എല്ലാ ഓപ്ഷൻസും റോങ് ആണ്. Then question number 27. The most important function of an entrepreneur. ഒരു ഓൺട്രപ്രണർ മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ഓപ്ഷൻ എ ഇന്നോവേറ്റ്. ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഇന്നോവേറ്റ് ആയിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിൽ ന്യൂ ടെക്നോളജീസും ന്യൂ ടെക്നിക്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Then question number 28. Marginal cost changes due to changes in. മാർജിനൽ കോസ്റ്റിൽ ചേഞ്ചസ് വരാൻ കാരണം ഏതിൽ ചേഞ്ച് വരുമ്പോഴാണ്? ഓപ്ഷൻ എ ടോട്ടൽ കോസ്റ്റ്, ഓപ്ഷൻ ബി ആവറേജ് കോസ്റ്റ്, ഓപ്ഷൻ സി വേരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ ഡി
ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ്. സോ അവിടെ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് വരും, അത് കാരണം മാർജിനൽ കോസ്റ്റും ചേഞ്ച് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, വേരിയബിൾ കോസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 29. മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു. മാർജിനൽ റവന്യൂ ഏതിനോടാണ് ഈക്വൽ ആവുന്നത്? ഓപ്ഷൻ എ ദ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഓപ്ഷൻ ബി ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ പ്രൈസ്. ഓപ്ഷൻ സി ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഡ്യൂ ടു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഓപ്ഷൻ ഡി പ്രൈസ് ബട്ട് ഓൺലി ഇഫ് ദ ഫേം ഈസ് എ പ്രൈസ് സെർച്ചർ. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. പി ഇൻറ്റു ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് 1 യൂണിറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് മാർജിനൽ റവന്യൂ ഏതിനോടാണ് ഈക്വൽ? ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി ഡ്യൂ ടു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ഔട്ട്. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 30. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഫേസ്ഡ് ബൈ എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഏത് ഷേപ്പിലായിരിക്കും? ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ, ഓപ്ഷൻ ബി വെർട്ടിക്കൽ, ഓപ്ഷൻ സി പോസിറ്റീവ്ലി സ്ലോപ്ഡ്, ഓപ്ഷൻ ഡി നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള ഫേമിൻ്റെ കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കണ്ടീഷൻ അല്ലാത്തത്. ഇന്നലെ നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എ ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ മാർക്കറ്റും ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇൻഫോർമേറ്റീവ് അഡ്വർടൈസിങ് ടു എൻഷുർ ദാറ്റ് ദ കൺസ്യൂമേഴ്സ് ഹാവ് ഗുഡ് ഇൻഫോർമേഷൻ. അഡ്വർടൈസിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ വരുന്നില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 32. ഫോർ പ്രൈസ് ടേക്കിംഗ് ഫേം. ഒരു പ്രൈസ് ടേക്കിംഗ് ഫേം എന്ന് പറയുമ്പോൾ അവിടെ ആ ഫേമിന് ഓപ്ഷൻ എ മാർജിനൽ റവന്യൂ ഈസ് ലെസ് ദാൻ പ്രൈസ്, ഓപ്ഷൻ ബി മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ്, ഓപ്ഷൻ സി മാർജിനൽ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈസ്, ഓപ്ഷൻ ഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ റവന്യൂ ആൻഡ് പ്രൈസ് ഇസ് ഇൻഡിറ്റർമിനേറ്റ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ്. ഒരു പ്രൈസ് ടേക്കിംഗ് ഫേം, പ്രൈസ് ടേക്കിംഗ് ഫേം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫേം ആയിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുക. ആ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള എല്ലാ ഫേമും ആ പ്രൈസ് അണ്ടർടേക്ക് ചെയ്യണം. ആ പ്രൈസ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന ഫേമിന് എന്തായിരിക്കും മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് റവന്യൂ കർവ് ഈസ് ഓൾസോ നോൺ ആസ്. ആവറേജ് റവന്യൂ കർവിനെ നമ്മൾ എന്ത് കർവ് എന്നും അറിയപ്പെടും? ഓപ്ഷൻ ബി ഡിമാൻഡ് കർവ്. ആവറേജ് റവന്യൂ കർവ് ഈസ് ഓൾസോ നോൺ ആസ് ഡിമാൻഡ് കർവ്. Question number 34. Under which of the following forms of market structure does a firm have no control over the price of its product? ഏത് മാർക്കറ്റ് സ്ട്രക്ചറിനാണ് അതിൻ്റെ പ്രൈസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? ഓപ്ഷൻ എ മൊണോപ്പൊളി, ഓപ്ഷൻ ബി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഓപ്ഷൻ സി ഒളിഗോപ്പൊളി, ഓപ്ഷൻ ഡി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള ഫേംസിന് അതിൻ്റെ പ്രൈസ് ഫിക്സേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 35th ക്വസ്റ്റ്യൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വിൽ ബി പ്രോഫിറ്റബിൾ ഓൺലി ഇഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ്സ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റബിളായി മാറുക? ഓപ്ഷൻ എ യൂണിഫോം, ഓപ്ഷൻ ബി ഡിഫറെൻറ്റ്, ഓപ്ഷൻ സി ലെസ്, ഓപ്ഷൻ ഡി 0. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡിഫറെൻറ്റ്. ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രോഫിറ്റബിളായിട്ട് മാറുള്ളൂ. ദെൻ 36th ക്വസ്റ്റ്യൻ. ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, ഓപ്ഷൻ ബി പ്രൈസ് ഇൻറ്റു ഇൻകം, ഓപ്ഷൻ സി ഇൻകം ഇൻറ്റു ക്വാണ്ടിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 37. പ്യുവർ ഒളിഗോപ്പൊളി ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോഡക്ട്സ്. പ്യുവർ ഒളിഗോപ്പൊളി ഏത് പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ ഡിഫറൻഷിയേറ്റഡ്, ഓപ്ഷൻ ബി ഹോമോജീനിയസ്, ഓപ്ഷൻ സി അൺറിലേറ്റഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹോമോജീനിയസ്. പ്യുവർ ഒളിഗോപ്പൊളി ഹോമോജീനിയസ് പ്രോഡക്ട്സിലാണ് നമ്മൾ കാണപ്പെടുക. ക്വസ്റ്റ്യൻ നമ്പർ 38. ദ ഡിമാൻഡ് കർവ് ഓഫ് എ മൊണോപ്പൊളി ഫേം വിൽ ബി ഡാഷ്. മൊണോപ്പൊളി ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ഡി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും.
സോ ദ മൊണോപ്പൊളീൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് റിലേറ്റഡ് ടു. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യും, പക്ഷേ പ്രോഡക്ട്സ് ഓർ സർവീസസ് വിൽ ബി ഈക്വൽ ഓർ സെയിം. സോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഏതിനൊക്കെ റിലേറ്റഡ് ആണ്? ടൈം റിലേറ്റഡ് ആണോ, സൈസ് ഓഫ് ദ പർച്ചേസ് റിലേറ്റഡ് ആണോ, ഇൻകം റിലേറ്റഡ് ആണോ, ഓൾ ഓഫ് ദ എബോവ് ആണ്? The answer is all of the above. Price discrimination is related to time, size of the purchase and income of a person. And question number 40. A monopolist is a price. Monopolist എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൈസ് മേക്കർ ആണോ, പ്രൈസ് ടേക്കർ ആണോ, പ്രൈസ് അഡ്ജസ്റ്റർ ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഓപ്ഷൻ എ പ്രൈസ് മേക്കർ ആണ്. ഒരു മോണോപ്പൊളിസ്റ്റ് പറയണത് ദാറ്റ് മീൻസ് ഒരു മൊണോപ്പൊളി എന്ന് പറയുന്നത് പ്രൈസ് മേക്കർ ആണ്. Question number 41. Under the dash monopolist will fix a price which will take away the entire consumer's surplus. ഏത് ടൈപ്പ് ഓഫ് മൊണോപ്പൊളിസ്റ്റിലാണ്, ദാറ്റ് ഈസ് ഏത് ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷനിലാണ് നമ്മൾ ഒരു കൺസ്യൂമറിൻ്റെ എൻറ്റയർ കൺസ്യൂമർ സർപ്ലസ് തന്നെ നമ്മൾ എടുക്കാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ഫസ്റ്റ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിലാണ് ഒരു കൺസ്യൂമറിൻ്റെ ഹോൾ ഓഫ് ദ കൺസ്യൂമർ സർപ്ലസ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് വി ആർ വില്ലിങ് ടു പേ ആൻഡ് വാട്ട് വി ആക്ച്വലി പേ എന്ന് പറയുന്ന ഡിഫറൻസ് അവിടെ ഉണ്ടാവില്ല. നമ്മൾ വില്ലിങ് ചെയ്ത എമൗണ്ടും പേ ചെയ്ത എമൗണ്ടും ഈക്വൽ ആയിരിക്കും. അവിടെ നമുക്ക് സർപ്ലസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഇതാണ് ഫസ്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എക്സാമ്പിൾ, ഡോക്ടേഴ്സ് ചാർജ് ചെയ്യുന്ന പ്രൈസ്, മേ ബി ഡോക്ടേഴ്സ് ഓരോ പേഷ്യൻറ്റിന് അനുസരിച്ച് ചാർജ് ഫിക്സ് ചെയ്യും. ദെൻ സെക്കൻഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ബയർ ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ്. അവിടെ ബയേഴ്സിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ ക്ലാസ്സിനും ഓരോ സെറ്റ് ഓഫ് പ്രൈസ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ, റെയിൽവേയിൽ ഈ ഒരു ക്ലാസ് ഓഫ് പാസഞ്ചേഴ്സിന് ഇത്ര പ്രൈസ്, നെക്സ്റ്റ് ക്ലാസ് ഓഫ് പാസഞ്ചേഴ്സിന് ഇത്ര പ്രൈസ് എന്ന് അവിടെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ തേർഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിന് ഡിഫറെൻറ്റ് സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിഫറെൻറ്റ് സബ് മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിന് നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസസ് ഫിക്സ് ചെയ്യും. അതാണ് തേർഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. സോ ക്ലിയർ ആയാലേ? ദർ ആർ 3 degrees of price discrimination. First degree, second degree and third degree. Then question number 42. Which of the following statement is incorrect? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. അണ്ടർ മോണോപ്പൊളി ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. മൊണോപ്പൊളിയിൽ ഫേമും ഇൻഡസ്ട്രിക്കും തമ്മിൽ ഡിഫറൻസ് ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം അവിടെ ഒരു സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് ഫേം തന്നെയാണ്, അവർ തന്നെയാണ് ഇൻഡസ്ട്രിയും. ദെൻ ഓപ്ഷൻ ബി, എ മോണോപ്പൊളിസ്റ്റ് മേ റിസ്ട്രിക്ട് ദ ഔട്ട്പുട്ട് ആൻഡ് റേസസ് ദ പ്രൈസ്. ഓപ്ഷൻ ബിയിൽ എന്ന് പറയുന്നത് ഒരു മോണോപ്പൊളിസ്റ്റിന് അവൻ്റെ ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ആൻഡ് ഓപ്ഷൻ സി, കമോഡിറ്റീസ് ഓഫേർഡ് ഫോർ സെയിൽ അണ്ടർ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിൽ ബി ഹെട്രോജീനസ്. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എല്ലാ ഫേം സെയിൽ ചെയ്യുന്ന ഗുഡ്സും ഹോമോജീനിയസ് നേച്ചർ ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് റോങ്. നമുക്ക് ഓപ്ഷൻ ഡിയും കൂടി നോക്കാം. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഈസ് റെഗുലർ ടു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടാവും. സോ ഓപ്ഷൻ ഡി, എ, ബി ഈ മൂന്നും കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. Fixing the price as low as possible so that firm can increase its marketing volume and the capture more market share is called. പ്രൈസ് എത്ര തന്നെ കുറയ്ക്കാൻ പറ്റുമോ അത്ര കുറച്ച് നമ്മൾ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യുന്നതിന് എന്താ പറയുക? ഓപ്ഷൻ എ സ്കിമ്മിങ് പ്രൈസ്, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേഡ് പ്രൈസ്, ഓപ്ഷൻ സി ഗോയിങ് റേറ്റ് പ്രൈസ്, ഓപ്ഷൻ ഡി മാർക്കറ്റ് പെനട്രേഷൻ. ദ ആൻസർ ഈസ് മാർക്കറ്റ് പെനട്രേഷൻ. മാർക്കറ്റ് പെനട്രേഷനിലാണ് നമ്മൾ ഇനീഷ്യലി ലോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 44. പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ലീഡ് ടു പ്രൈസിങ് പോളിസീസ് ആൻഡ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്തിനാണ് ലീഡ് ചെയ്യുന്നത്? പ്രൈസിങ് പോളിസീസും പ്രൈസിങ് സ്ട്രാറ്റജീസിനാണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ലീഡ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ സ്ട്രാറ്റജീസ്. ക്വസ്റ്റ്യൻ നമ്പർ 45. Two goods that are used jointly to provide same satisfaction. സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ 2 ഗുഡ്സ് ജോയിൻ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ
അതിനെ നമ്മൾ എന്തായിരിക്കും പറയുക? ഓപ്ഷൻ എ ഇൻഫീരിയർ ഗുഡ്സ്, ഓപ്ഷൻ ബി നോർമൽ ഗുഡ്സ്, ഓപ്ഷൻ സി കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഓപ്ഷൻ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എക്സാമ്പിൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൻ ആൻഡ് ഇങ്ക് ഇത് രണ്ടും കൂടി ഒന്നിച്ച് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 46 ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളത്തിൽ തന്നിരിക്കുന്നത് ഫുഡ് ഗ്രെയിൻസ്, എയർലൈൻസ്, റെയിൽവേസ്, കാർ. അപ്പുറത്ത് മോണോപ്പൊളി, പ്യുവർ കോമ്പറ്റീഷൻ, മോണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി. സോ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത്. ഫുഡ് ഗ്രെയിൻ എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സാമ്പിളാണ്? ദ ആൻസർ ഈസ് പ്യുവർ കോമ്പറ്റീഷൻ. ഫുഡ് ഗ്രെയിൻ എന്ന് പറയുന്നത് പ്യുവർ കോമ്പറ്റീഷൻ ആണ് മെയിനായിട്ടുണ്ടാവുക. എയർലൈൻസ് എന്ന് പറയുന്നത് ഒളിഗോ, കാരണം അവിടെ ഫ്യൂ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, മോണോപ്പൊളിയാണ്. സോ ദ കാർസ് വിൽ ബി ദ എക്സാമ്പിൾ ഓഫ് മോണോപ്പൊളിസ്റ്റിക്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫുഡ് ഗ്രെയിൻസ് പ്യുവർ കോമ്പറ്റീഷൻ, എയർലൈൻസ് ഒളിഗോപ്പൊളി, റെയിൽവേ മോണോപ്പൊളി, കാർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. Question number 47. All of the following curves are U-shaped except. ഒരു കേർവ് ഒഴിച്ച് ബാക്കി എല്ലാ കേർവും യു ഷേപ്ഡ് ആണ്. ആ എക്സംഷനിൽ വരുന്ന കേർവ് ഏതാണ്? ഓപ്ഷൻ എ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കേർവ്, ഓപ്ഷൻ ബി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കേർവ്, ഓപ്ഷൻ സി ആവറേജ് കോസ്റ്റ് കേർവ്, ഓപ്ഷൻ ഡി മാർജിനൽ കോസ്റ്റ് കേർവ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കേർവ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കേർവ് ഒഴിച്ച് ബാക്കി എല്ലാ കേർവും യു ഷേപ്ഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48 ഒരു അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇൻഡിഫറൻസ് കർവ് ആർ കോൺകേവ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു ഫീച്ചറാണ് ഇറ്റ് ഈസ് കോൺകേവ് ടു ദ ഒറിജിൻ. ദെൻ റീസൺ ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഡ്യൂ ടു ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ കോൺകേവ് ഷേപ്പ് വരാൻ കാരണം ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് ടു സ്കെയിലാണ്. സോ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആ റീസണിങ്ങിൽ തന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 49. The term optimum allocation on consumer expenditure on various goods and services is used in. ഒപ്റ്റിമം അലോക്കേഷൻ ഓൺ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഏത് ടേമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ഗിഫൻ പാരഡോക്സ്, ഓപ്ഷൻ ബി ലോ ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ സി ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഓപ്ഷൻ ഡി ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. ഇതിലാണ് ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓൺ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഓൺ വേരിയബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് യൂസ്ഡ്. വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒപ്റ്റിമം അലോക്കേഷനും അതിൻ്റെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചറിൻ്റെയും റിലേഷൻഷിപ്പ് പറയണത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 50. ഇഫ് പ്രോഡക്റ്റ് എക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് വൈ, ദെൻ വെൻ ദ കൺസ്യൂമർ മാക്സിമൈസ് യൂട്ടിലിറ്റി. പ്രോഡക്റ്റ് എക്സും പ്രോഡക്റ്റ് വൈയും ഈക്വൽ ആണെങ്കിൽ കൺസ്യൂമറിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി എപ്പോഴാണ്? ഓപ്ഷൻ എ എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു വൈ, ഓപ്ഷൻ ബി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ, ഓപ്ഷൻ സി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് മേ ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ but it is necessary. Option D x and y must be substituted. Here the answer is option B marginal utility of x must be equal to marginal utility of y. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് എക്സും പ്രോഡക്റ്റ് വൈയും മാക്സിമം യൂട്ടിലിറ്റിയിൽ എത്തുള്ളൂ. സോ ഇന്ന് നമ്മൾ ബിസിനസ് എക്കണോമിക്സിൻ്റെ 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ തിയറി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് എക്കണോമിക്സ് എന്ന ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ലേൺഡ്. താങ്ക് യു.